ഹലോ ഗെയ്സ്, അപ്പം ഞങ്ങൾ ഇന്ന് ഓർത്തു, ഇന്ന് സൺഡേ ആണ്. അപ്പം ഞങ്ങൾ ഇന്ന് ഓർത്തു പുഡിങ് ഉണ്ടാക്കാമെന്ന്. നമ്മൾ ഏത് പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മളൊരു 2 ലെയർ പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. ഭയങ്കര സിമ്പിൾ റെസിപ്പി. അപ്പം ഞങ്ങൾ ഓർത്തൊരു ചെറിയ വീഡിയോ എടുക്കാം. വാനിലയും ചോക്ലേറ്റും കൂടെ ഉള്ള അല്ലേ? അപ്പം നമ്മളിത് പണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു പുഡിങ് ആയിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് വീട്ടിലുണ്ടാക്കുന്നത്. അമ്മ ബാക്കിൽ ഇരിപ്പുണ്ട്. സോ നമുക്കിനി പുഡിങ് ഉണ്ടാക്കാം. പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി ചൈന ഗ്രാസ്, കൊക്കോ പൗഡർ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ്, മിൽക്ക് മെയ്ഡ്, വാനില എസൻസ്, പാല്, പിന്നെ കുറച്ച് ഷുഗർ. നമ്മൾ ഒരു കവർ പാല് ഇതേ പൊട്ടിച്ച് ഒഴിച്ചു ഒരു പാനിൽ 1/2 ലിറ്റർ. സോ ഇപ്പം മിൽക്ക് മെയ്ഡ് നമ്മൾ പൊട്ടിച്ചു. ഇനി ഈ പാലിലോട്ട് നമ്മൾ മിൽക്ക് മെയ്ഡ് മൊത്തം ഒഴിക്കുമല്ലേ. 500 ml മിൽക്ക്, 450 ml മിൽക്ക് മെയ്ഡ് ഫുള്ള് നമ്മളങ്ങ് ചേർത്തു. ഇത് ശരിക്കും 10 ഗ്രാം ചൈന ഗ്രാസ് നമ്മൾ കാണിച്ചായിരുന്നു ആദ്യം. അത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ നനച്ച് പീസാക്കി വെള്ളത്തിൽ സോക്ക് ചെയ്തേക്കുക. ഇതിന് നമ്മൾ അടുപ്പിൽ വെച്ച് അലിയിച്ചെടുക്കും. അപ്പോൾ ഇത് പാലും മിൽക്ക് മെയ്ഡും നമ്മൾ ഹീറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി അതും വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് മധുരം അങ്ങനെ ഇടുന്നില്ല, ബിക്കോസ് മിൽക്ക് മെയ്ഡ് ഓൾറെഡി ആഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ വേണേൽ നമ്മൾ കുറച്ച് ഷുഗർ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ മധുരം ഇഷ്ടം പോലെ, ഞങ്ങളൊരു നോർമൽ മധുരം പ്രിഫർ ചെയ്യുന്നവർ. അപ്പോൾ ഇത് മതിയാവുന്ന. അപ്പോൾ ഇടയ്ക്ക് പാരലലി ഈ ചൈന ഗ്രാസ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇത് മെൽറ്റായി ഒരു ലിക്വിഡ് പോലെ വരണം. മെൽറ്റായി തുടങ്ങി, ഓൾമോസ്റ്റ് ആയി. ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ഇത് ഫുള്ള് മെൽറ്റായി. നമ്മൾ ആ പാലിൻ്റെ മിക്സിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. ചൈന ഗ്രാസ് ഒഴിച്ച് കഴിഞ്ഞ് ലോ ഫ്ലെയിമിൽ മാത്രം വെച്ചിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. പിന്നെ ഒരു കാര്യം, ചൈന ഗ്രാസ് ഒഴിച്ച് കഴിഞ്ഞ് അധികം നേരം തീയിൽ ഇത് ഇളക്കുക വേണം. അപ്പം നമ്മൾ തീയെല്ലാം ഓഫ് ചെയ്തു. ഇനി നമ്മൾ കുറച്ച് വാനില എസൻസ് നമ്മൾ ഈ മിക്സിനകത്തോട്ട് ഇടാൻ പോവാം. അത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല. ഞാൻ ഈ ചെറിയ അടപ്പിന് ഒരു എന്താ പറയുക, മേ ബി ഒരടപ്പ്. വാനില എസൻസ് ഇട്ടതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. തീ ഇപ്പോൾ ഓഫാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം കൊണ്ടുണ്ട്, നമ്മൾ വാനില എസൻസ് ഇട്ട് കഴിഞ്ഞ് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കുക. അത് ഇത്തിരിയുടെ എസൻസ് വേണമെങ്കിൽ ഇടുകയും ചെയ്യാം. അപ്പം നമ്മൾ ഒരു ഹാഫ് ഈ മിക്സ് ഇതിനകത്തോട്ട് ഒഴിച്ചു പുഡിങ്ങിന്. ഇനി നമ്മൾ ബാക്കി ലെയർ ചോക്ലേറ്റ് ആണ്. അപ്പം അതിന് നമ്മളിപ്പോൾ എടുക്കുന്ന ഹെർഷീസിൻ്റെ ഈ ഒരു ചോക്ലേറ്റ് സിറപ്പാണ്. അപ്പം ഇതേ ഈ ബൗള് നമ്മൾ വാനില പുഡിങ്ങാണ്. അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു. നമ്മൾ ഹെർഷീസിൻ്റെ കുറച്ച് സിറപ്പ് ഇതിലേക്ക് ആഡ് ആക്കുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. നമ്മൾ ശരിക്കും ഈ ചോക്ലേറ്റ് ലെയറിന് വേണ്ടിയിട്ട് ഹെർഷീസിൻ്റെ കൊക്കോ സിറപ്പ് അങ്ങ് ഒഴിക്കുകയോ ചെയ്ത്, നിങ്ങൾക്ക് കൊക്കോ പൗഡർ ആണ് ചേർക്കേണ്ടതെങ്കിൽ അത് ചേർക്കാം. അത് ചേർത്ത് കൊക്കോ പൗഡർ ചേർത്താൽ അടുപ്പിൽ വെച്ച് ഒന്ന് നമ്മൾ ഇതിനോട് മിക്സ് ചെയ്തെടുക്കണം. അത്രേ ഉള്ളൂ. അപ്പം മറ്റേത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു. അത് സെറ്റായിട്ട് വന്നതിന് ശേഷം ഇത് മുകളിലോട്ട് ലെയർ ചെയ്യുക. ഈ ലെയർ ചെയ്യണം. നമ്മുടെ ഫസ്റ്റ് ലെയർ ഓൾറെഡി കൂൾ ഡൗൺ ചെയ്യാൻ ഇരിക്കുക. അത് നന്നായിട്ട് കൂളായി സെറ്റായതിന് പുറത്തോട്ട് വേണം ഇത് ഒഴിക്കാൻ. പക്ഷേ ഇതിപ്പോൾ ഇതിനകത്തും ചൈന ഗ്രാസ് കണ്ടന്റ് ഉള്ളതുകൊണ്ട് ഇത് ചിലപ്പോൾ ഈ പാത്രത്തിൽ ഇരുന്ന് തന്നെ സെറ്റായിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഇതിനെ ഒന്ന് ഇളക്കി വിട്ടാൽ മതി. അപ്പോൾ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് വാൾനട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ എന്ത് വേണമെങ്കിലും ഇടാം, ഒരു ക്രഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട്. നട്ട്സോ ആൽമണ്ടോ എന്താണെങ്കിലും ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ടേസ്റ്റ് ഭയങ്കര യമ്മാണ്. അപ്പം ഇത്രേ ഉള്ളൂ. ഇനി നമ്മളിത് റെഫ്രിജറേറ്റ് ചെയ്തിട്ട് എടുക്കും. അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ പുഡിങ് സെറ്റായി ഗൈസ്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. സോ ഞങ്ങൾ കുറച്ച് കട്ട് ചെയ്തെടുത്തു. സ്മൂത്ത്ലി നമുക്ക് കട്ട് ചെയ്യാം. ദേ കണ്ടോ, ചോക്ലേറ്റ് ആൻഡ് വാനില പുഡിങ് ഇസ് റെഡി. ഇറ്റ് വാസ് സോ യമ്മി. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഐ ക്യാൻ സ്റ്റിൽ ഫീൽ ദാറ്റ് ടേസ്റ്റ്. വളരെ ഈസി ആൻഡ് യമ്മി ആയിട്ട് നമുക്ക് പുഡിങ് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാം. ഡു ട്രൈ ഇറ്റ് ഔട്ട് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ. ബൈ.